അമ്പലത്തിൽ നിന്നും അമ്പി നേരെ പോയത് അവരുടെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്കായിരുന്നു. അവന് ആകെ മടുത്തിരുന്നു. എവിടെയെങ്കിലും പോയി കുറച്ചു നേരം വിശ്രമിക്കുക എന്നൊരു ആഗ്രഹം മാത്രമേ അന്നേരം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ചെറിയച്ഛൻ്റെയും ഭാര്യയുടെയും വീട്. അതുകൊണ്ട് തന്നെ അവൻ നേരെ വണ്ടി അങ്ങോട്ടേക്കെടുത്തു. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ റിയ കാറിൽ നിന്നും ഓടിയിറങ്ങി ഒരു മുറിയുടെ അകത്ത് കയറി വാതിലടച്ച് കളഞ്ഞു. രാമചന്ദ്രനും വന്ന ഉടനെ സോഫയിലേക്ക് ചാരി കിടന്നു. അയാളും ആകെ തകർന്നൊരവസ്ഥയിലായിരുന്നു. അപമാനവും നാണക്കേടും എല്ലാം അത്രത്തോളം തളർത്തിയിരുന്നു അയാളെ. അമ്പി അകത്തേക്ക് പോലും കയറിയില്ല. കാറ് ഒതുക്കിയിട്ട് സിറ്റൗട്ടിലുള്ള കസേരയിൽ തന്നെ അവൻ ഇരുന്നു. 3 പേരുടെയും അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ രാമചന്ദ്രൻ്റെ അനിയനോ ഭാര്യയോ അവരെ ആരെയും വിളിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പോയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അനിയൻ്റെ ഭാര്യ 3 പേർക്കും വെള്ളം കൊണ്ടുവന്ന് വിളിച്ചു. രാമചന്ദ്രൻ മാത്രം അവർക്ക് കൊടുത്ത വെള്ളം വാങ്ങി കുടിച്ചു. അമ്പി ദാഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരസിച്ചു. നിയ വാതിൽ പോലും തുറന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും അടഞ്ഞു കിടന്നിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് നിയ പുറത്തേക്ക് വന്നു. അവളുടെ ഭാവം കണ്ട് രാമചന്ദ്രൻ പെട്ടെന്ന് തന്നെ അമ്പിയെ വിളിച്ചു. രാമചന്ദ്രൻ വിളിച്ചതും അമ്പിയും ആ മുറിക്കരികിലേക്ക് വന്നു. ഏട്ടാ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. എനിക്ക് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. സങ്കടം പ്രതീക്ഷിച്ച അവളുടെ മുഖത്ത് വാശിയോ മറ്റെന്തോ ഭാവമൊക്കെ കണ്ട് അമ്പി നോക്കി നിൽക്കുകയായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനിയും എന്താണ് അവൾക്ക് തങ്ങളോട് പറയാനുള്ളത് എന്നൊരു ഭാവത്തിലായിരുന്നു രാമചന്ദ്രൻ. മോനെ, ഇപ്പോൾ തന്നെ തിരിച്ചു പോണോ? മോളുടെ അവസ്ഥ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ? വേണ്ട, അവൾക്ക് പോണമെന്ന് പറഞ്ഞതല്ലേ ചെറിയമ്മേ. ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട. വീട്ടിലാകുമ്പോൾ അവൾക്ക് സ്വസ്ഥമായി ഒന്ന് കരയുകയെങ്കിലും ചെയ്യാലോ. എന്നാലും അവർ എന്ത് ചതിയാ മോനെ നമ്മളോടൊക്കെ ചെയ്തത്. അതിന് അവളും കൂട്ടുനിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക്. നമ്മൾ പണ്ട് ചെയ്തത് തന്നെയല്ലേ അവർ തിരിച്ച് നമ്മളോട് ചെയ്തത്. അതിൽ നമുക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ലല്ലോ ചെറിയമ്മേ. അവൻ്റെ വാക്കുകളിൽ കുറ്റബോധം നിഴലിക്കുന്നത് പോലെ അവർക്ക് തോന്നി. സത്യത്തിൽ ആമിയുടെയോ ദർശൻ്റെ വീട്ടുകാരുടെയോ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു. സഹിക്കാവുന്നതിൻ്റെ അപ്പുറവും സഹിച്ചു കഴിഞ്ഞാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും അവർക്കറിയാം. എങ്കിലും ഇവരുടെ മുന്നിൽ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്. അപ്പോഴേക്കും നീയ റെഡിയായി വന്നിരുന്നു. കഴിച്ചിട്ട് പോയാൽ പോരെ? ഉള്ള നേരം കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട, പോയിട്ട് അത്യാവശ്യമുണ്ട്, നിയ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നീട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ കണ്ണുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്പി കാറെടുക്കാനായി പോയി. അവർക്ക് പുറകെയായി എല്ലാവരോടും യാത്ര പറഞ്ഞ് രാമചന്ദ്രനും അവിടെ നിന്നവരുടെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ നിയയും ഇറങ്ങി. എന്തൊരു ജന്മമാ ചേട്ടാ ഈ പെണ്ണിൻ്റേത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അതിനി നന്നാവാനൊന്നും പോകുന്നില്ല. എൻ്റെ ചേട്ടനെ ഇനിയും അവൾ എങ്ങനെയൊക്കെ ആകും വിഷമിപ്പിക്കുക എന്നതാണ് എൻ്റെ പേടി. അവർ പോയ വഴിയെ നോക്കി ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിച്ചു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ദർശൻ തൻ്റെ മുറിയിലേക്ക് പോയി. വേഷമൊക്കെ മാറി തിരിച്ചു വന്നു. ഹാളിലെത്തി ആദ്യം അവൻ്റെ കണ്ണുകൾ തേടിയത് ആമിയായിരുന്നു. അവിടെ കാണാതെ അവൻ അവളെ അന്വേഷിച്ച് ദേവിയുടെ മുറിയിലേക്ക് ചെന്നു. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. നീ ആരെയാ ദർശ അന്വേഷിക്കുന്നത്? ഡാനി ചോദിക്കുന്നത് കേട്ട് അവൻ ചമ്മലോടെ തിരിഞ്ഞു നോക്കി. ഞാൻ ചുമ്മാ എല്ലാവരും എന്തെടുക്കുകയാണെന്ന് നോക്കുമായിരുന്നു. അന്വേഷിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൾ പാർലറിൽ പോയിരിക്കുകയാണ്, സാലിയോടൊപ്പം. അതെന്താ ഈ സമയത്ത് പോയത്? റിസപ്ഷന് വേണ്ടി റെഡിയാവേണ്ടേ അവൾക്ക്? റിസപ്ഷനോ? ദർശൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു അത് കേട്ട്. അതിന് റിസപ്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊന്നും ഞാനും ഒന്ന് ഞെട്ടി അത് കേട്ടപ്പോൾ. നമ്മൾ ചെയ്തില്ലെങ്കിലും എല്ലാ ഒരുക്കങ്ങളുമായിട്ടുണ്ട് മോനെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ളത്. അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഡാനി കയറി പറഞ്ഞു. അപ്പോഴാണ് ഹരിദാസും ഡാനിയുടെ അച്ഛനും ജോണും കൂടി അങ്ങോട്ട് വന്നത്. റിസപ്ഷൻ നമുക്ക് വേറൊരു ദിവസം നടത്തിയാൽ മതിയായിരുന്നല്ലോ അച്ഛാ. എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടിയത്? അവനൊരു പരാതി പോലെ ഹരിദാസിനോട് പറഞ്ഞു. അതിനിപ്പോൾ എന്ത് ബുദ്ധിമുട്ടാ ദർശ ഉണ്ടായത്? ഞാനോ നിഖിലോ ഡാനിച്ചനോ ഒന്നും സഹായത്തിനുണ്ടായിരുന്നില്ലല്ലോ അച്ഛാ. അതിനെന്താ, മാത്യുവും ജോണും എല്ലാത്തിനും ഇടവും വലവും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും വിളിക്കാൻ പോകാനും മറ്റുമായി സുഭാഷ് വന്നു എൻ്റെ കൂടെ. സ്റ്റാഫിനെയും മറ്റുള്ളവരുടെയും വീട്ടിലൊക്കെ മനുവും കൃഷിയും പോയി വിളിച്ചു. അതുകൊണ്ട് നീയും ഇവനും ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. ഓ, അപ്പോൾ നമ്മളൊന്നും ഇല്ലെങ്കിലും ഒരു പരിപാടി നടക്കുമെന്നായിരിക്കും പറഞ്ഞു വരുന്നത്.
മുകളിലോട്ടൊക്കെ നോക്കി പരാതി പറയുന്നത് പോലെ ഡാനി പറഞ്ഞു. ഹരിദാസിന് അവൻ്റെ ആ ഭാവം കണ്ട് ചിരിയാണ് വന്നത്. നീയൊന്നും ഇല്ലാത്തതിൻ്റെ കുറവ് അത് കുറവ് തന്നെയാ മോനെ. പക്ഷേ ആ അമ്പലനടയിൽ വെച്ച് നിന്റെയൊക്കെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ അതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഞാൻ മറന്നു. ദർശനൊന്ന് ചിരിച്ചു അത് കേട്ട്. ആ ഡാനി, അവർ വന്നിട്ടുണ്ട്. നീ ദർശനുമായി അപ്പുറത്തേക്ക് ചെല്ല്, സമയം പോകുന്നു. അതും പറഞ്ഞുകൊണ്ട് ഹരിദാസ് അടുത്ത തിരക്കുകളിലേക്ക് നീങ്ങി. ആരാ ഡാനിച്ച വന്നത്? നിന്റെ ഭാര്യ ബ്യൂട്ടി പാർലറൊക്കെ പോയി സുന്ദരിയാകുമ്പോൾ നിനക്കും അവളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണ്ടേ? അതുകൊണ്ട് നിന്നെ റെഡിയാക്കാനായി ആള് വന്നിട്ടുണ്ട്. നമുക്കൊക്കെ ദൈവം അത്യാവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം വാരിക്കോരി തന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. രണ്ടു കൈയും മുകളിലേക്ക് പൊക്കി ഒന്ന് മൂരി നിവർന്നുകൊണ്ട് ദർശൻ പറഞ്ഞു. അതെ അതെ, അതെനിക്കറിയാം. എന്നാലും പാവമംഗള് ഏർപ്പാടാക്കിയതല്ലേ, അവര് വന്നും പോയി. നീയൊന്ന് നിന്ന് കൊടുത്തേക്ക്. ശരി, എന്നാ ഞാൻ പോകാം. ഓഹ്, ആഗ്രഹിച്ചതുപോലെ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ചെക്കൻ ഭൂമിയിലൊന്നുമല്ല. അവൻ്റെ പോക്ക് നോക്കിക്കൊണ്ട് ഡാനി പറഞ്ഞു. ഇവരൊക്കെ എന്താ വിചാരിച്ചത്? അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്തി നാണം കെടുത്തി വിട്ടാ നമ്മൾ ചുമ്മാ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഇനി ഒന്നും നോക്കേണ്ട, തീർത്തേക്കണം എല്ലാത്തിനെയും. കാറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്നു അമ്പിയും രാമചന്ദ്രൻ നിയയും. കാറിൽ കയറിയപ്പോൾ മുതൽ വാശിയോടെ ഓരോന്നും വിളിച്ച് പറയുകയായിരുന്നു നിയ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളുടെ ഉള്ളിൽ ഒരു തരി പോലും കുറ്റബോധമില്ലേ എന്നാണ് അമ്പി ആലോചിച്ചുകൊണ്ടിരുന്നത്. ആദ്യം തീർക്കേണ്ടത് അവളെയാണ്, ആ ആമിയെ. സ്വയം അറിയാതെ അമ്പിയുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു പോയി. നീ എന്തൊക്കെയാ നിയമോളെ വിളിച്ചു പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ട് തമാശയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? തീർക്കണം എല്ലാത്തിനെയും. ആമിയും ദേവിയും രണ്ടുപേരും കൂടി ചേർന്ന് ഇന്ന് എന്നെ. കോ ഡ്രൈവർ സീറ്റിലിരുന്ന് ഡാഷ്ബോർഡിൽ ഇരുന്ന പേപ്പർ എടുത്ത് അവളത് ദേഷ്യത്തോടെ വലിച്ചു കയറി. എൻ്റെ ദർശനെ അവൾ സ്വന്തമാക്കി. ഇത് ഞാൻ സഹിക്കില്ല ഏട്ടാ. എനിക്ക് കൊല്ലണം അവളെ. അവളെ ഞാൻ എൻ്റെ ഈ കൈകൊണ്ട് കൊല്ലും. നേരത്തെ തന്നെ ഞാനത് ചെയ്യണമായിരുന്നു. ഇല്ല, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം. എന്നെ വേദനിപ്പിച്ച എല്ലാവരും സങ്കടപ്പെടണം. ദർശനെ എല്ലാവരെയും നഷ്ടപ്പെടണം. ഒടുവിൽ എന്നെ തേടി അവൻ വരണം എൻ്റെ അടുത്തേക്ക്. നോക്കിക്കോ, ഞാൻ വരുത്തും. അവളുടെ സമനില തെറ്റിപ്പോയി എന്ന് പോലും ഒരു നിമിഷം രാമചന്ദ്രൻ ചിന്തിച്ചു പോയി. മോളെ, നമുക്ക് ഇതൊക്കെ അങ്ങ് നിർത്തിയേക്കാം. ഒന്നും വേണ്ട. അവരായി അവരുടെ പാടായി. അവരെങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ. ഏട്ടൻ അന്വേഷിക്കാം നിനക്ക് വേണ്ടി നല്ലൊരു പയ്യനെ. ദർശനേക്കാൾ നല്ലൊരു പയ്യനെ കൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ കെട്ടിക്കും. നോക്കിക്കോ, നിനക്ക് കിട്ടിയ നല്ല ജീവിതം കണ്ട് ആമി പോലും നിന്നോട് അസൂയപ്പെടും. അവളെയൊന്ന് മയപ്പെടുത്താനായി അമ്പി പറഞ്ഞു. ദർശനേക്കാൾ നല്ലൊരുത്തനെ എനിക്ക് വേണ്ട. എനിക്ക് ദർശനെ മതി. ഞാൻ അവനെ സ്വന്തമാക്കിയിരിക്കും. നിങ്ങൾ നോക്കിക്കോ. മോളെ, അവനിപ്പോൾ ആമിയുടെ ഭർത്താവാണ്. നീ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. എന്താടാ പറഞ്ഞത്? ഇത്രയും നാളും എനിക്കൊപ്പം നിന്നിട്ട് നീയിപ്പോൾ അവളുടെ ഭാഗത്തെ ന്യായം പിടിക്കുന്നു. എനിക്ക് കിട്ടാത്തത് അവൾക്കും വേണ്ട, ആർക്കും. ദർശനെ കൊന്നിട്ടായാലും ശരി, സന്തോഷത്തോടെ ആമിയെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഇടയിൽ അവളുടെ ന്യായം കാണിക്കാൻ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊല്ലും ഞാൻ. പറയുന്നതിനോടൊപ്പം തന്നെ അവൾ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ കയറി പിടിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബലത്തിൽ തിരിക്കാൻ തുടങ്ങി. അമ്പി എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവന് കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് അവളുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒടുവിൽ വണ്ടി മുന്നിൽ വരുന്ന ഏതെങ്കിലും വലിയ വണ്ടിയിൽ ഇടിക്കുമെന്നൊരവസ്ഥ എത്തിയപ്പോൾ അമ്പി അച്ഛനോട് ചാടിക്കോളാൻ പറഞ്ഞ് നിയയെ പുറത്തേക്ക് തള്ളി കൂടെ അവനും ബെൽറ്റൂരി ചാടാൻ ശ്രമിച്ചു. വലിയൊരു ശബ്ദത്തോടെ ആ വാഹനം ഒരു കണ്ടെയ്നറിൽ പോയി ഇടിച്ചു. രാധികയും ഹരിദാസിനുമൊപ്പം ആമിയുടെ അമ്മ സുധയും കൺവെൻഷൻ സെൻറ്ററിലേക്ക് നേരത്തെ വന്നു. ആമിയും ദർശനും ഒരുങ്ങിക്കഴിയാത്തത് കൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ വരുന്നതിന് മുൻപായി അവരവിടെ എത്തി. സുധയ്ക്ക് ഒറ്റപ്പെട്ട ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാനായി രാധിക എന്തിനും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ അവർ കാത്തുനിന്നു. ലതയും വർഷമോളും കൂടി ഇപ്പോൾ എത്തും. അവർ കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് കയറാം സുധേച്ചി. ഒരു ചിരിയോടെ സുധ മൂളി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ലതയും വർഷയും വരുന്ന കാറ് അവർക്ക് മുന്നിൽ വന്ന് നിന്നു. കുറേ നേരായോ രാധിക എത്തിയിട്ട്? ഇല്ല ചേച്ചി, ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങൾ കൂടി വന്നിട്ട് പോകാമെന്ന് കരുതി. ഏട്ടൻ പറഞ്ഞിരുന്നു നിങ്ങൾ എത്താറായിട്ടുണ്ടെന്ന്. പിള്ളേരുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞോ? വിച്ചുവും ദർശനും കാറുമായി പാർലറിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി രണ്ടിനെയും കൂട്ടിയിട്ട് വരും. ദാസൻ എന്തേ? ആരൊക്കെയോ വന്നെന്ന് പറഞ്ഞ് നിഖിൽ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. വാ, നമുക്ക് അകത്തേക്ക് ചെല്ലാം. ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്.
കുറച്ചു നേരം കഴിഞ്ഞതും ദർശൻ്റെയും വിച്ചുവിൻ്റെയും കാറ് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നു. ചെറിയ രീതിയിൽ ഒരു പരിപാടിയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ സ്ഥലത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്ററിൽ തങ്ങളുടെ കുടുംബത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണ് പരിപാടി ചെയ്തിരിക്കുന്നത് എന്ന് ദർശന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി. ആദ്യം കാറിൽ നിന്നും പുറത്തിറങ്ങിയത് ദർശനും ആമിയുമാണ്. മനോഹരമായ ഒരു എംബ്രായ്ഡ് ഔട്ട്ഫിറ്റ് കോമ്പിനേഷനിലായിരുന്നു രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ. ആമി ഒരു ഇളം പച്ച നിറത്തിലുള്ള പ്രിന്റ് ലെഹങ്കയും ആ വസ്ത്രത്തിന് യോജിച്ച രീതിയിലുള്ള ആഭരണങ്ങളുമാണ് അണിഞ്ഞിരുന്നത്. ദർശൻ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫ് വൈറ്റ് ഷർവാണിയുമാണ് ധരിച്ചിരിക്കുന്നത്. ഏതോ അറബിക്കഥയിലെ നായകനും നായികയും പോലെ തോന്നും ഒറ്റ നോട്ടത്തിൽ രണ്ടുപേരെയും കണ്ടാൽ. അവർക്ക് പിന്നാലെയായി വന്നു നിന്ന വാഹനത്തിൽ നിന്നും ദേവിയും വിച്ചുവും ഇറങ്ങി. മുന്നിൽ വന്നിറങ്ങിയ നവദമ്പതികളേക്കാൾ ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെയായിരുന്നു അവരുടെയും ഒരുക്കം. സിൽവർ ഗ്രേ കളർ കോമ്പിനേഷനിലായുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നു അവരുടേത്. പാട്ടിൻ്റെ അകമ്പടിയോടെ നൃത്തച്ചുവടുകളുമായി മുന്നിൽ പോകുന്നവരെ അനുഗമിച്ചുകൊണ്ട് അവർ പിറകിൽ നടന്ന് സ്റ്റേജിലേക്ക് കയറി. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുക്കലിൻ്റെയും പരിചയപ്പെടുത്തലിൻ്റെയും എല്ലാ തിരക്കിലായിരുന്നു. ഓരോരുത്തരായി വന്ന് ഫോട്ടോ എടുത്തു പോയി. നിന്ന് ആമിക്കും ദേവിക്കും മതിയായി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ശ്രുതിയും മനുവും കൃഷും സ്വാതിയും സുഭാഷും കൂടി അവിടേക്ക് കയറി വന്നത്. അവരെ കണ്ടതും ആമി ഉണർന്നു. സ്വാതി ഓടി വന്ന് ആമിയെ കെട്ടിപ്പിടിച്ചു. എത്ര നാളുകൊണ്ട് ഞാൻ കാത്തിരുന്ന ഒരു കാഴ്ചയാണ് പെണ്ണെ ഇത്. നിറഞ്ഞ മനസ്സോടെ സ്വാതി പറഞ്ഞു. ഇനി ഈ കാഴ്ച നിന്നിലൊന്ന് കാണാൻ ഞാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? അവളെ കളിയാക്കിക്കൊണ്ട് ആമി ചോദിച്ചു. ദേ, ഇവളുടെയും മനുവിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ ഞങ്ങളുടെ. ആമി കണ്ണുമിഴിച്ച് ശ്രുതിയെ നോക്കി. ഇത്ര അത്ഭുതപ്പെട്ട് നോക്കുകയൊന്നും വേണ്ട. നീ നേരത്തെ ഊഹിച്ചെന്ന് സ്വാതി എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറ മോളെ. അതെ, അധികം കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് സുഭാഷേട്ടനെ വിട്ട് ഞാൻ മനുവിൻ്റെ വീട്ടിൽ വിവാഹം ആലോചിപ്പിച്ചു. കേട്ടപ്പോൾ അവർക്കും വലിയ എതിർപ്പൊന്നുമില്ല. പിന്നെ മനുക്കുട്ടനെ സമ്മതിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാതി പറഞ്ഞു. എനിക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ട് ഇപ്പോഴും. തല താഴ്ത്തി നിന്ന് ചമ്മലോടെ മനു പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, ഈ സാധനത്തിനെ കെട്ടി കൂടെ പിറപ്പിക്കുമ്പോൾ നിന്റെ അഭിപ്രായമൊക്കെ അങ്ങ് മാറിക്കോളും. മനുവിൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആമി പറഞ്ഞു. നീ അതിൻ്റെ കവിള് വലിച്ചെടുത്ത് പറിക്കോ എൻ്റെ ആമി? അവളുടെ കൈപിടിച്ച് മാറ്റിക്കൊണ്ട് ദർശൻ പറഞ്ഞു. സുഭാഷ് മുന്നിലേക്ക് വന്ന് ആമിക്കരികിൽ നിന്ന് അവൾക്ക് നേരെ ഒരു ചെറിയ പെട്ടി നീട്ടി. ഗിഫ്റ്റൊന്നും സ്വീകരിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സുഭാഷേട്ടാ. ദേവി അവനെ കണ്ണുകുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് ഗിഫ്റ്റല്ല, ഇവളെ എപ്പോൾ കണ്ടാലും ഇത് ഞാൻ നൽകാറുണ്ട്. കിൻഡർ ജോയ് ആയിരിക്കും. ആമിയെ കളിയാക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് വിച്ചു ചോദിച്ചു. പിന്നല്ലാതെ. അത് തുറന്ന് 3 പേർക്ക് നീട്ടിക്കാട്ടി കൊടുത്തുകൊണ്ട് ആമി പറഞ്ഞു. അതെ, നമുക്ക് വേഗം ഫോട്ടോ എടുത്ത് മാറാം. സംസാരിക്കലൊക്കെ പിന്നെ ആവാം. എല്ലാവരും ദേ അവിടെ കാത്തു നിൽക്കുന്നു. എല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കുന്നതിലേക്ക് തിരിഞ്ഞു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് 2 നിമിഷം കൂടി ഒന്ന് സംസാരിച്ചതിനു ശേഷം അവർ സ്റ്റേജിൽ നിന്നും ഇറങ്ങി. അവരിറങ്ങിയതിനു ശേഷം ഹരിദാസിൻ്റെ പഴയൊരു സുഹൃത്തിൻ്റെ മകനും കുടുംബവുമാണ് വന്നത്. ഹായ് കിൻഡർ ജോയ്. സുഭാഷ് കൊണ്ടുവന്ന കിൻഡർ ജോയ് അവിടെ ടേബിളിൽ തന്നെയാണ് ആമി വെച്ചിരുന്നത്. അത് കണ്ട് അവർക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മക്കൾക്ക് കിൻഡർ ജോയ് ഇഷ്ടമാണോ? ഇന്നാ എടുത്തോ. അതിലേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ട് പറയുന്ന കുട്ടികൾക്ക് കയ്യിലായി ആ ബോക്സ് എടുത്ത് വെച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. കാറ്റൂതി വിട്ട ബലൂൺ പോലെയായി ആമിയുടെ മുഖം അന്നേരം. വിച്ചുവും ദേവിയും അത് കണ്ട് അവളെ കളിയാക്കി ചിരിച്ചു. സുധ എല്ലാം നിറഞ്ഞ കണ്ണുകളോടെ താഴെ നിന്ന് നോക്കിക്കണ്ടു. ഇത്രയും സന്തോഷത്തിൽ തൻ്റെ മകളെ കാണാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചതുപോലുമില്ല. തൻ്റെ മകളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ആ കാഴ്ച അവരുടെ മനസ്സ് നിറച്ചു. അപ്പോഴാണ് അവരുടെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ. അതെ. മറുതലക്കിൽ നിന്നും കേട്ട വാർത്തയിൽ അവർ ഒരു നിമിഷം ഞെട്ടി നിന്ന് പോയി. അപ്പുറത്തു നിന്നും പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. അവർ സ്റ്റേജിലേക്ക് നോക്കി. ഇല്ല, ഒരുപാട് വേദനിച്ചതാണ് എൻ്റെ കുട്ടികൾ. ഇപ്പോൾ അവർ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. ഈ സന്തോഷം തല്ലിക്കെടുത്താൻ തനിക്കാവില്ല. താൻ ഇപ്പോൾ അറിഞ്ഞ വാർത്ത തൽക്കാലം അവർ അറിയണ്ട. സുധ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചു. ഡാനി. കുറച്ചപ്പുറത്തായി മാറി നിന്ന് ആരോടും സംസാരിക്കുന്ന ഡാനിയെ പോയി വിളിച്ചു. എന്താ സുധാൻറ്റി? മോന്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അവർ ഡാനിയെ കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി. ചന്ദ്രേട്ടനും പിള്ളേരും പോയ കാറ് ആക്സിഡൻറ്റിൽ പെട്ടുവെന്ന്. അവർ ഹോസ്പിറ്റലാണ്. അയ്യോ. ഡാനി ഒരു ഞെട്ടലോടെ സ്റ്റേജിലേക്കാണ് ആദ്യം നോക്കിയത്. ഇല്ല മോനെ,
തൽക്കാലം ഇത് അവരാരും അറിയണ്ട. ഒന്നാമത് ഈ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊന്ന് അവിടം വരെ പോണം. ദർശൻ മോൻ്റെ അച്ഛനോട് കാര്യമൊന്ന് സൂചിപ്പിച്ചാൽ മതി. അതും ഇപ്പോൾ വേണ്ട, എന്നെ അന്വേഷിക്കുമ്പോൾ. അത് വേണ്ട ആൻറ്റി, ഞാൻ കൂടി വരാം ആൻറ്റിയോടൊപ്പം. ഒറ്റയ്ക്ക് പോവണ്ട. അത് വേണ്ട മോനെ, ഞാൻ പോയിക്കോളാം. എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. ആൻറ്റി പറഞ്ഞതുപോലെ ഇത് സത്യമാണോ എന്നൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് ആൻറ്റി ഒറ്റയ്ക്ക് ഞാൻ എന്തായാലും വിടുന്നില്ല. ഞാൻ പോയി നിഖിലിനോട് കാര്യമൊന്ന് സൂചിപ്പിച്ചിട്ട് വരാം. അവരുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ ഡാനി വേഗം ഓടിച്ചെന്ന് നിഖിലിനോട് ചെറിയ രീതിയിൽ കാര്യം അവതരിപ്പിച്ചു. വേഗം തിരിച്ചു വന്നു. അപ്പോൾ തന്നെ സുധിയെ കൂട്ടി കാറുമായി അവിടെ നിന്നും പോയി. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഏറെ വൈകിയാണ് എല്ലാവരും വീടുകളിലേക്ക് പോയത്. വിച്ചുവും ദേവിയും വിച്ചുവിൻ്റെ വീട്ടിൽ തന്നെയാണ് അന്ന് തങ്ങാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും കൂടി അന്ന് ചിറ്റയെടുത്ത് തന്നെ താമസിക്കാമെന്ന് രാധികയും ദർശനമെല്ലാം പറഞ്ഞെങ്കിലും ചടങ്ങുകൾ അതുപോലെ നടക്കട്ടെ എന്ന് ഹരിദാസ് പറഞ്ഞു. കാർത്തുവേച്ചി, അമ്മ എന്തേ? മോളെ, അമ്മയ്ക്ക് ചെറിയൊരു തലവേദന പോലെ പറഞ്ഞു. രാവിലെ തൊട്ട് അലച്ചിലല്ലേ, അതുകൊണ്ട് ഞാൻ വീട്ടിലാക്കി. നാളെ കഴിഞ്ഞ് ചടങ്ങിന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. വീട്ടിലെത്തിയിട്ടും അമ്മയെ കാണാതെ ആമി ചോദിച്ചു. ഹാളിൽ വെച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണുന്നില്ലെന്ന് അവൾ ശ്രദ്ധിച്ചതാണ്. പക്ഷേ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് നിഖിലും ഹരിദാസും എല്ലാം ഒഴിഞ്ഞു മാറി. അത് ശരിയാകുമെന്ന് കരുതി അവളും കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോഴും അമ്മയെ കാണാതായപ്പോൾ അവൾക്കുള്ളിൽ സംശയം തോന്നി. അമ്മ നിങ്ങളുടെ വീട്ടിലേക്കാണോ പോയത്, അതോ അങ്ങോട്ട് പോയോ ചേച്ചി? സത്യം പറയണം എൻ്റെ അടുത്ത്. അങ്ങോട്ടേക്ക് എന്തായാലും അമ്മയെ തനിയെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മറ്റന്നാൾ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അമ്മയുണ്ടാകും ഇവിടെ. പോരെ നിനക്ക്? എന്നെ വിശ്വാസല്ലേ? ചിരിയോടെ ആമി മൂളി. സാലി ചേച്ചി, ഡാനിച്ചൻ എന്തേ? ഇച്ചായൻ, ഞങ്ങളുടെ ഒരു ബന്ധു പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റൽ. ഇച്ചായൻ അവിടം വരെ ഒന്ന് പോയിരിക്കുകയാണ്. ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ചു നേരം മുൻപ് വിളിച്ചിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയതും വർഷ ദേവിയെ കൂട്ടിക്കൊണ്ടുപോയി വസ്ത്രമൊക്കെ മാറാൻ സഹായിച്ചു. വിളിക്കപ്പെട്ട അതിഥികളെല്ലാവരും ഹാളിൽ വെച്ച് തന്നെ തിരിച്ചു പോയിരുന്നുവെങ്കിലും ലതയുടെയും വിച്ചുവിൻ്റെയും അച്ഛൻ്റെയും കുറച്ച് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വീട്ടിൽ തങ്ങാൻ തീരുമാനിച്ചത്. അവരെല്ലാവരും ദേവിയെ പരിചയപ്പെടാനായി ചുറ്റിനും കൂടി. എല്ലാവരോടും സ്നേഹത്തോടു കൂടി തന്നെ ദേവി പെരുമാറി. എല്ലാവർക്കും ദേവിയുടെ പെരുമാറ്റവും സ്നേഹവുമെല്ലാം ഒരുപാട് ഇഷ്ടമായി. കുറച്ചു നേരം കഴിഞ്ഞ് വർഷയും അവളുടെ പ്രായവും അതിനേക്കാൾ കുറച്ച് മുകളിലും തോന്നിക്കുന്ന 2-3 പേര് വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് ലതയുടെ അരികിലേക്ക് സെറ്റുമുണ്ടൊടുപ്പിച്ച് മുല്ലപ്പൂ ചൂടി സുന്ദരിയായി ദേവിയെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നു അവർ. അമ്മേ, നോക്കിക്കേ മരുമകൾ എങ്ങനെയുണ്ടെന്ന്. ലത ദേവിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സെറ്റുമുണ്ടൊക്കെ അണിഞ്ഞു വന്നപ്പോൾ നല്ല ഐശ്വര്യമുണ്ടായിരുന്നു ദേവിയെ കാണാൻ. ആരാടി മരുമകള്? ഇതെൻ്റെ മോളാണ്. വർഷയുടെ മുട്ടുകൈക്കൊന്ന് മെല്ലെ അടിച്ചുകൊണ്ട് ലത പറഞ്ഞു. മോളെ വർഷേ, നീ ഔട്ടായി. ഇനിയിപ്പോൾ ലതയ്ക്ക് ദേവിയെ മതിയാകും. ലതയുടെ ചേച്ചി വർഷയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, എനിക്കും കിട്ടും എനിക്ക് പറ്റിയൊരമ്മയെ. അന്ന് ഞാനും വന്ന് നിൽക്കും എൻ്റെ അമ്മയുടെ ഒപ്പം ഇവിടെ. അവളുടെ ആ പറച്ചിലിൽ ആദ്യമൊന്ന് കണ്ണു മിഴിഞ്ഞെങ്കിലും പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരി നിറഞ്ഞു. നേരം ഒരുപാടായി, ഇനി പോയി കിടന്നു മോള്. അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തുകൊണ്ട് ലത പറഞ്ഞു. ദേവിക്കാകെ ചമ്മലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലത അങ്ങനെ ചെയ്തപ്പോൾ. ഇത്ര ചമ്മുകയൊന്നും വേണ്ട, ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് തന്നെയാ ഇവിടെ നിൽക്കുന്നത്. വിച്ചുവിൻ്റെ കസിൻ ചേച്ചി എന്ന് പരിചയപ്പെടുത്തിയവർ ദേവിയോടായി പറഞ്ഞു. ദേവിമോൾക്ക് ഇവിടെയൊക്കെ പരിചയമാണെന്ന് ലത പറഞ്ഞിരുന്നു. എന്നാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയാക്കും മോളെ. അവിടെ നിൽക്കുന്ന പെൺകുട്ടികളോടായി ലതയുടെ ചേച്ചി പറഞ്ഞു. കേൾക്കാൻ കാത്തുനിന്നതുപോലെ 4 പേരും ദേവിയുടെ ചുറ്റും വന്ന് നിന്ന് അവളോട് മുന്നിൽ നടന്നോളാൻ പറഞ്ഞു. ഇവിടെ നിൽക്ക്, ഞങ്ങൾ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാൽ മതി. മുറിവാതിലിക്കലെത്തിയതും മൂത്ത ചേച്ചി ദേവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, ഞങ്ങളൊക്കെ അങ്ങ് പോയേക്കാം. ഇല്ലെങ്കിൽ സ്നേഹപ്രകടനം ഇവിടുന്ന് തുടങ്ങിയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അവർ പറയുന്നത് കേട്ട് ചമ്മലോടെ ദേവി മുഖം താഴ്ത്തി. അവർ സ്റ്റെയർ ഇറങ്ങി പോകുന്നത് നോക്കി നിന്നിട്ട് ദേവി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ലൈറ്റ് വെളിച്ചം തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പക്ഷേ വിച്ചുവിനെ അവിടെയെങ്ങും കണ്ടില്ല. ദേവി പതുക്കെ നടന്ന് ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ പുറത്തേക്ക് നോക്കി നിലാവെളിച്ചത്തിൽ എന്തോ ആലോചിച്ച് നിൽക്കുന്ന അവനെ അവളും നോക്കി നിന്നു.